ഇന്നത്തെ സ്പെഷ്യൽ തമിഴ്നാട്ടുകാർക്കും തിരുവനന്തപുരംകാർക്കും മാത്രം പരിചയമുള്ള ബോളിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പ് ബോളിയാണ്. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്ന 3/4 കപ്പ് മൈദ, അതിൽ ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ച്, അത് പക്ഷേ ഇത്തിരി കയ്യിൽ ഒട്ടുന്ന രീതിക്ക് വേണം കുഴയ്ക്കാൻ. ശേഷം അത് പാത്രത്തിൽ നന്നാക്കി അമർത്തി പതിച്ചതിന് ശേഷം നമ്മൾ അതിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഓയിലിൽ മുങ്ങി കിടക്കണം എന്നാണ്, കാരണം അതില്ലെങ്കിൽ ഉണങ്ങിപ്പോവും. അപ്പോൾ ഈ സാധനം നമ്മളൊരു 4 മണിക്കൂറോളം ഓയിൽ തന്നെ ഇട്ട് വെക്കണം. ആൻഡ് അതിൽ നമുക്ക് സ്റ്റഫിന് വേണ്ടിയിട്ട് കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. കടലപ്പരിപ്പ് നമ്മൾ 3/4 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. ആൻഡ് അതിന് 2 അച്ചുവെല്ലമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ഉരുക്കി നമ്മൾ പാനീയമാക്കിയിട്ടുണ്ട്. ആൻഡ് ഈ പരിപ്പ് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ ശേഷം നമ്മൾ 5 മിനിറ്റ് അത് സ്ലോയിൽ വെച്ച് വേവിക്കുക. എന്നിട്ട് നമ്മൾ കാറ്റൊക്കെ കളഞ്ഞ് അത് നമ്മൾ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ജാറിലിട്ട് നന്നായിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കുക. ഒരു പാൻ എടുത്തിട്ട് അതിൽ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിച്ച് നന്നായി കുറുക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജാഗ്രിയുടെ ആ സിറപ്പും ഒഴിക്കുക. പിന്നെ കുറച്ച് കാടമം പൗഡറും 1 സ്പൂൺ നെയ്യും ഒഴിച്ചിട്ട് ഇത് നന്നായി നമ്മൾ ഒരു ഹൽവ പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് ആ പരുവത്തിൽ എത്തിക്കുക. കാരണം നമ്മളിത് റൗണ്ട് ആക്കണം, ബോൾ പോലെ ആക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ നന്നായി ആ രീതിക്ക് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ചൂടാറാൻ വെക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ബോൾസ് ആക്കുന്ന പോലെ മൈദ ഓരോ കഷ്ണങ്ങളാക്കി ബോൾസ് ആക്കുക. അപ്പോൾ എനിക്ക് 3/4 കപ്പ് മൈദയ്ക്ക് 6 ബോൾസാണ് കിട്ടിയത്. അപ്പോൾ മൈദയുടെ ബോൾസ് ചെറുതാക്കുക, പൂർണ്ണത്തിൻ്റെ ബോൾസ് ഇത്തിരി വലുതാക്കുക. എന്നിട്ട് നമ്മളൊരു വാഴയില എടുത്തിട്ട് നമ്മളൊരു മൈദയുടെ ബോൾ എടുത്ത് അതിൽ വെച്ച് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ പൂർണ്ണം എടുത്ത് അതിനകത്ത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്യുക. റാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ അത് തട്ടി കൊടുക്കുക. ചപ്പാത്തി പരത്തുന്നതുകൊണ്ട് പരത്താം, അത് ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുകയും ഞാൻ അത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നന്നായി തട്ടി ഒരു ഷേപ്പ് ആക്കിയതിന് ശേഷം അത് നമ്മുടെ ദോശക്കല്ലിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇത് ഇടുമ്പോൾ 1 സ്പൂൺ എണ്ണ ചുറ്റിലും ഒഴിച്ച് കൊടുക്കുക. ആൻഡ് 2 സൈഡും മറിച്ചിട്ട് തിരിച്ചിട്ട് വേവിച്ചെടുക്കുക. സോ ദാറ്റ്സ് ഓൾ, നമ്മുടെ പരിപ്പ് ബോളി റെഡിയാണ്. ട്രിവാൻഡ്രത്താണിത് പായസം ഒഴിച്ച് കഴിക്കണ. എനിക്കിത് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായം പറയാം. മറ്റൊരു വീഡിയോയിൽ കാണാം. Until the next time, it is Tata and bye bye from me.